ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം ഇന്നൊരു വീഡിയോ ആയിട്ട് വന്നിട്ടാണുള്ളത്. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞ ഒരു റിവ്യൂ വീഡിയോ ആണ്. അപ്പം ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ആൻഡ് ഷെയർ കൂടെ ചെയ്യുക. അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പം ഞാൻ പറഞ്ഞു ഇന്ന് റിവ്യൂ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നതെന്ന്. അപ്പം ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്ന പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞത് ഒരു ലിപ്സ്റ്റിക് ആണ് കേട്ടോ. അത്യാവശ്യം ഇപ്പോൾ ഒരു 1-2 months ആയിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക് ആണ്. കുറച്ച് പേരെങ്കിലും കേട്ടിട്ടും ചിലപ്പോൾ യൂസ് ചെയ്തിട്ടുണ്ടാകും. അപ്പം ഞാനിത് വാങ്ങണമെന്ന് കുറച്ചായി കേട്ടോ വിചാരിക്കുന്നത്. വലിയ റേറ്റിൻ്റെയോ കാര്യങ്ങളോ ഒന്നുമല്ല, നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക് തന്നെയാണ്. അപ്പം ഞാൻ എന്താ പറയുക, ഇപ്പം 2 ദിവസം എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് ഞാനത് യൂസ് ചെയ്തു. അപ്പം അൺബോക്സിങ് ആയിട്ട് ചെയ്യുന്നില്ല, കാരണം ഓൾറെഡി ഞാൻ അൺബോക്സിംഗ് ഒക്കെ കഴിഞ്ഞ് ഞാൻ യൂസ് ചെയ്തിട്ട് റിവ്യൂ അല്ലേ ചെയ്യുന്നത്. അപ്പം ഞാൻ യൂസ് ചെയ്ത് അത് എങ്ങനെയുണ്ട്, ലോങ് ലാസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാണ് ഞാൻ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടിരുന്നത്. അപ്പം അൺബോക്സിങ് ചെയ്യുന്നില്ല. ഇത് ആക്ച്വലി ഞാൻ വാങ്ങിയിട്ടുള്ളത്, ഞാൻ ഫസ്റ്റ് ഏതാ ലിപ്സ്റ്റിക് എന്ന് പറയാം. ഞാൻ വാങ്ങിയിട്ടുള്ള ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞത് ഡാസ്ലർ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ഈ ഒരു ലിപ്സ്റ്റിക് ആണ് കേട്ടോ. ഹേസൽനട്ട് കപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഷെയ്ഡ് ലിപ്സ്റ്റിക് ആണ് വാങ്ങിയിട്ടുള്ളത്. ഇത് ഞാൻ വാങ്ങിയിട്ടുള്ള ഫ്ലിപ്കാർട്ട് എന്നാണ് കേട്ടോ. അപ്പം ഞാൻ അതിൻ്റെ പാക്കൊക്കെ ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു പാക്കേജിങ്ങിലാണ് വന്നിട്ടുള്ളത്. പിന്നെ നമ്മുടെ ലിപ്സ്റ്റിക് നോർമൽ ഉണ്ടാവുന്ന ഒരു പാക്കേജിങ്, ഡാസ്ലറിൻ്റെ നമ്മുടെ നോർമൽ പാക്കേജ് ഇല്ലേ, അതും ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയാണ് അതിൻ്റെ ഒരു ബോക്സ് വന്നിട്ടുള്ളത്. നല്ല പാക്കേജിങ് വൈസ് ഒക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ ഷെയ്ഡ് നമ്പർ എന്ന് പറഞ്ഞാൽ DLC025 ആണ് കേട്ടോ. അത്യാവശ്യം നല്ല ട്രെൻഡിങ് ആയിരുന്നു. ഒരുപാട് പേര് യൂസ് ചെയ്തിട്ട് റിവ്യൂസ് ഒക്കെ ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെയാണ് ഇത് ഞാൻ വാങ്ങിയിട്ടുള്ളത്. പിന്നെ ഷെയ്ഡ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്ന ആ ഒരു കൈൻഡ് ഓഫ് ഷെയ്ഡ് തന്നെയാണ്. അപ്പോൾ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഓക്കെ ആയിരുന്നു, ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് ഞാൻ യൂസ് ചെയ്ത ആ ഒരു സെയിം ഷെയ്ഡ്സ് തന്നെയാണ്, അങ്ങനെ ഒരു കൈൻഡ് ഓഫ് ഷെയ്ഡ് തന്നെയാണ്. പിന്നെ ഇനി ഇതിൻ്റെ പ്രൈസ് പറയുകയാണെങ്കിൽ ഞാൻ വാങ്ങിയപ്പോൾ 157 ആയിരുന്നു കേട്ടോ. ഫ്രീ ഷിപ്പിംഗ് ആയിരുന്നു, ഫ്രീ ഡെലിവറി ആയിരുന്നു. 157 ആയിരുന്നു. 180 വരെയൊക്കെ പോയിട്ടുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പം കറൻ്റ്ലി ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയപ്പം 157 ആയിരുന്നു. 2 ഡേയ്സിനുള്ളിൽ ഡെലിവറി ഉണ്ടായിരുന്നു കേട്ടോ ഫ്ലിപ്കാർട്ടിൽ. അപ്പം നല്ല വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. നല്ല അടിപൊളിയായിട്ട് പാക്കേജിങ്ങും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. അപ്പം പിന്നെ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവർ പറയുന്നത് ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, അല്ലെങ്കിൽ എന്താ പറയുക, ട്രാൻസ്ഫർ പ്രൂഫാണ്, അതുപോലെ തന്നെ വാട്ടർ പ്രൂഫാണ്, ലോങ് ലാസ്റ്റിംഗ് ആണ്. 7 to 8 hours ഒക്കെ ലോങ് ലാസ്റ്റിംഗ് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഞാനിതിപ്പം കുറച്ച് ഒരു 2-3 തവണ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഷെയ്ഡ് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പം നല്ല പാക്കേജിങ് ഒക്കെയാണ് കേട്ടോ. ലിപ്സ്റ്റിക്കിൻ്റെ പാക്കേജിങ് ആയാലും നല്ല പാക്കേജിങ് ആയിരിക്കും. നോർമൽ നമ്മുടെ ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക്കിൻ്റെ പാക്കേജിങ് തന്നെയാണ്. ഇങ്ങനെയാണ് വരുന്നത്. ഞാനതിൻ്റെ ഷെയ്ഡ് കാണിച്ചു തരാം. ഇതാണ് കേട്ടോ അതിൻ്റെ ഷെയ്ഡ് വരുന്നത്. ഒരു എന്താ പറയുക, എൻ്റെ കയ്യിലുള്ള ഷെയ്ഡ്സിൻ്റെ ആ ഒരു സിമിലർ തന്നെയാണ് തോന്നിയിട്ടുള്ളത്. ഇങ്ങനെ കാണുമ്പോൾ സെയിം ഒരു കൈൻഡ് ഓഫ് ഒരു ഷെയ്ഡ് തന്നെയാണ് തോന്നിയിട്ടുള്ളത്. ലിപ്പിൽ അപ്ലൈ ചെയ്ത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഷെയ്ഡ് വരുന്നത് കേട്ടോ. ഞാൻ ഒറ്റ കോട്ട് മാത്രമേ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു കളർ വരുന്നത്. നല്ലതാണ്, ഒരു ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലതാണ്. പിന്നെ ഇത് ഞാൻ യൂസ് ചെയ്തു എന്ന് പറഞ്ഞു, ഒരു 2-3 തവണ യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് പെട്ടെന്ന് നമ്മുടെ ലിപ്പിലിട്ടാൽ ഡ്രൈ ആവില്ല, പക്ഷെ ഒരു കുറച്ച് ടൈം എടുത്തിട്ടാണ് ഡ്രൈ ആവുക. പെട്ടെന്ന് തന്നെ നമ്മളിപ്പം ഇതുപോലെ തന്നെ ഒന്ന് മായ്ക്കാൻ നോക്കിയാൽ പെട്ടെന്ന് തന്നെ ഇത് അങ്ങ് പോകും കേട്ടോ. അത്ര പെട്ടെന്ന് തന്നെ അത് മായ്ഞ്ഞു പോകുന്നുണ്ട്. പക്ഷെ അതൊന്ന് ഡ്രൈ ആയി സെറ്റ് ആയാൽ നമ്മൾക്ക് കുറച്ച് ലോങ് ലാസ്റ്റിംഗ് ഒക്കെയാണ്. ഒരു 3 to 4 hours ഒക്കെ നമ്മൾ വേറെ ഫുഡൊന്നും കഴിച്ചില്ലെങ്കിൽ ലോങ് ലാസ്റ്റിംഗ് ആണ്. പക്ഷേ നമ്മൾ ബാക്കിയുള്ള ഇപ്പം ഞാൻ ഇൻസൈറ്റ് ഒക്കെ യൂസ് ചെയ്ത ആളാണ്, ബ്ലൂ ഹെവൻ ഒക്കെ, അതൊക്കെ യൂസ് ചെയ്യുന്ന വെച്ച് നോക്കുമ്പോൾ ഇതത്ര ഒരു എന്താ പറയുക, എനിക്ക് തോന്നിയിട്ടില്ല, ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടില്ല. ഒരു കോട്ടൊക്കെ അപ്ലൈ ചെയ്താൽ ഈ ഒരു കളറാണ് കേട്ടോ. ഒരു കോട്ടും കൂടി അപ്ലൈ ചെയ്താൽ എനിക്കൊന്ന് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. ഇതിൻ്റെ ഷെയ്ഡും തോന്നിയിട്ടുണ്ട്. പിന്നെ എല്ലാ സ്കിൻ ടൈപ്പിനും അടിപൊളി
അടിപൊളിയായിരിക്കും കേട്ടോ. ഇപ്പം ഞാൻ മീഡിയം സ്കിൻ ടോൺ ആണ്, എനിക്ക് നല്ല ഓക്കെ ആയിട്ട് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഡാർക്ക് സ്കിൻ ടോണിന് എന്തായാലും അടിപൊളിയായിരിക്കും, ഫെയറിനും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഒരു ഡെയിലി വെയർ അല്ലെങ്കിൽ ഒരു കോളേജ് വെയർ, ഓഫീസ് വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അഫോർഡബിൾ ആയിട്ടുള്ള ലിപ്സ്റ്റിക് തന്നെയാണ്. പിന്നെ ലൈറ്റ് വെയിറ്റ് ആണ്. ലൈറ്റ് വെയിറ്റ് ആണോ ചോദിച്ചാൽ അടിപൊളി ലൈറ്റ് വെയിറ്റ് തന്നെയാണ് കേട്ടോ, അതൊരു സംശയമില്ല. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, നമ്മുടെ ലിപ്പിൽ അപ്ലൈ ചെയ്തു എന്ന് വരെ തോന്നുന്നില്ല കേട്ടോ. കാരണം ഇപ്പം നമ്മൾ ഇൻസൈറ്റിൻ്റെ ഒക്കെ യൂസ് ചെയ്ത സമയത്ത് നമുക്ക് ആ ഒരു ലിപ്പിൽ ഇങ്ങനെ ഒരു ചെറിയൊരു വെയിറ്റ് ഉള്ള പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എത്രയാൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് എന്നറിയില്ല, എനിക്കൊരു വെയിറ്റ് ഒക്കെ ഒന്ന് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. പിന്നെ ഡ്രൈ ആയി കഴിഞ്ഞാൽ ട്രാൻസ്ഫർ പ്രൂഫ് തന്നെയാണ്. പിന്നെ ലിപ്പിനെ അധികം ഇങ്ങനെ ഭയങ്കര ലിപ്പിനെ ഡ്രൈ ആക്കുന്നില്ല. നമ്മളിപ്പോൾ മറ്റ് ലിപ്സ്റ്റിക്ക് ചിലതൊക്കെ ഇട്ടാൽ നമ്മൾ ലിപ്പ് ഇങ്ങനെ ഭയങ്കര ഇങ്ങനെ വലിഞ്ഞു മുറുകുന്ന പോലെയൊക്കെ തോന്നിയിട്ടുണ്ട് ലിക്വിഡ് ലിപ്സ്റ്റിക്ക്. പക്ഷേ ഇത് അങ്ങനെ ഡ്രൈ ഒന്നും ആക്കുന്നില്ല, ഓക്കെ തന്നെയാണ്, ആ കാര്യത്തിലൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഈ ഒരു റേറ്റിന് അഫോർഡബിൾ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ പറയാനാണെങ്കിൽ കുറേ പേര് പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇത് എന്താ പറയുക നമ്മുടെ ലിപ്പിനെ ഭയങ്കരമായിട്ട് ഡാർക്ക് ആക്കുമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അത് മേ ബി ശരിയായിരിക്കും, ഞാൻ അങ്ങനെ യൂസ് ചെയ്ത് നോക്കിയപ്പം വലിയ മാറ്റങ്ങളായിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ ഇത് ഏത് ലിപ്സ്റ്റിക് ആയാലും എല്ലാം കെമിക്കൽസ് ഒക്കെ ഉള്ള ലിപ്സ്റ്റിക്കാണ് കൂടുതലും വരുന്നത്. അപ്പം ഇത് എന്താ പറയുക വീഗൺ ആണ്, അല്ലെങ്കിൽ ഇത് എന്താ പറയുക കെമിക്കൽ ഫ്രീ ആണ്, പാരബൻ ഫ്രീ ആണെന്നൊക്കെ പറഞ്ഞാലും ഏത് ലിപ്സ്റ്റിക് ആയാലും നമ്മുടെ ആ ഒരു ചുണ്ടിന് എന്തായാലും ചെറിയൊരു പിഗ്മെന്റേഷനൊക്കെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതൊന്ന് ശ്രദ്ധിക്കും. പിന്നെ ഇതിന്റെ സ്മെല്ലാണ് ഒരുപാട് പേര് പറയുന്നത് കേട്ടിട്ടുണ്ട്, എന്താ പറയുക മറ്റേ കഫ് സിറപ്പിന്റെ ഒക്കെ സ്മെല്ലാണെന്ന്. സത്യം പറഞ്ഞാൽ ആണ് കേട്ടോ. ഇത് നമ്മൾ ആ ഒരു കഫ് സിറപ്പ് അല്ലെങ്കിൽ ഏതോ ഒരു നമ്മുടെ ഇതില്ലേ, നമ്മളെ ലോലിപോപ്പ് ഇല്ലേ, അതിൻ്റെ ഒക്കെ ഒരു കൈൻഡ് ഓഫ് ഒരു സ്മെല്ലാണ് കേട്ടോ. ഒട്ടും എനിക്ക് ഇഷ്ടമല്ലാത്തൊരു സ്മെല്ലാണ്. പക്ഷേ ലിപ്പിലിടുമ്പോൾ നമ്മളിത് അറിയുന്നേ ഇല്ല കേട്ടോ. ആ ഒരു സ്മെല്ലോ അങ്ങനെ ഒരു പ്രശ്നങ്ങളോ ഒന്നും തോന്നിയിട്ടില്ല, ആ ഒരു ഡിസ്കംഫർട്ട് ഒന്നും ഉണ്ടായിട്ടില്ല. ലിപ്പിൽ അപ്ലൈ ചെയ്താലും നല്ല സുഖം തന്നെയാണ് കേട്ടോ. അങ്ങനെ ഒരു എന്താ പറയുക ഒരു ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് ഭയങ്കര സുഖം തന്നെയാണ്. അപ്പം അഫോർഡബിൾ ആയിട്ടും അതുപോലെ തന്നെ ബിഗിനേഴ്സിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ലിപ്സ്റ്റിക് തന്നെയാണ്. ഞാൻ ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. എന്നിട്ട് നിങ്ങൾ വാങ്ങിയിട്ട് ഇത് എങ്ങനെയുണ്ട് എന്നൊക്കെ ഒന്ന് കമൻറ്റിൽ അറിയിക്കാം കേട്ടോ, വാങ്ങിയിട്ടുണ്ടെങ്കിൽ അറിയിക്കാം. അപ്പം ഇതുപോലെയുള്ള ലിപ്സ്റ്റിക്സിൻ്റെ ഏതെങ്കിലും റിവ്യൂ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കും. അപ്പോൾ ഇതുപോലെ തന്നെയുള്ള വേറെ വീഡിയോസ് ആയിട്ട് വരുന്നവരേക്കും ബൈ.